പെരുമഴയിലും തോരാതെ ജോലി തിരക്ക്, എല്ലാ റോഡും കുളമായി കിടക്കുകയല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നല്ലാണ് ആലോചിച്ചേക്കണേ. ഇത്രയും നാള് വെയിലിനെ ശപിച്ചോണ്ടിരുന്നവര് മഴയെ തെറി പറഞ്ഞു തുടങ്ങി. എങ്ങനെ തെറി പറയാതിരിക്കും? ഇന്നലെ രാത്രി എന്തൊരു മഴ, പെരുമഴ. ഞാൻ കരുതി എല്ലാം തീർന്നു. 1.5 മണിക്കൂർ തീർന്നില്ലേ? മഴയല്ലേ തീർന്നത്? ഞാൻ അതല്ല പറഞ്ഞത്. ഈ വീടും നമ്മളും എല്ലാം ഒലിച്ചു പോകുമായിരിക്കും. അത്ര മഴയല്ലായിരുന്നു. അല്ലേലും മനുഷ്യര് തീരുന്ന കാര്യമല്ലോ നിനക്ക് ചിന്തയുള്ളൂ, അല്ലാതെ നല്ല കാര്യമൊന്നും ചിന്തിക്കത്തില്ലല്ലോ. എന്റെ പൊന്നെ, എന്റെ വായിൽ എന്തെങ്കിലും വീഴാൻ അമ്മ കാത്തിരിക്കണം അതിൽ കയറി പിടിക്കാനായിട്ട്. നീ ഒരു ദിവസം ഒരു 1,000 കാര്യം പറയല്ലോ, ഞാൻ അതിലൊക്കെ കയറി പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വേണ്ടാതെ ആര് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും. അതിനിപ്പോ കനകനായാലും തങ്കമായാലും എന്തിനാ പറയുന്നത്? എന്റെ കെട്ടിയം പറഞ്ഞാലും ഞാൻ അതിലേക്ക് തടയിടും. അമ്മ അവൾ ഈ മഴയുടെ തീവ്രത കാണിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ മഴയുടെ തീവ്രത എവള് വേണോ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്? അത് കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ. അവന്റെ ഒരു തീവ്രത. എടാ അതല്ലല്ലോ അങ്ങനെയാടാ. കെട്ടിയോളെ പറഞ്ഞാൽ ഒരു കെട്ടിയോന് സഹിക്കത്തില്ല. അത് പ്രത്യേകിച്ച് നിന്നെ പോലെ കെട്ടിയോനെ ഒട്ടും മനസ്സിലാവുന്നില്ല. രാവിലെ അമ്മായിയും വരുമ്പോഴും ഭയങ്കര കൂട്ടും കളി ചിരിയും കളിയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്നിട്ട് അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നം തുടങ്ങി. ഏട്ടനല്ലേ പറഞ്ഞ ഷുഗർ കൂടി നിൽക്കാണ്, ചായയിൽ പഞ്ചസാര അധികം ഇടരുതെന്ന്. അപ്പൊ ഞാൻ കുറച്ച് മധുരം ഇട്ടാ കൊടുത്തത്. അപ്പൊ അമ്മ പിന്നെയും വന്ന് അടുക്കളയിലോട്ട് ഇച്ചിരി കൂടെ മധുരം ഇട്ടതാന്ന് പറഞ്ഞു. ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. അപ്പത്തോട്ട് തുടങ്ങിയ ദേഷ്യം എന്നോട്. പൊന്നോ, ഈ മുതലിനെ ആ അച്ഛൻ എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും? അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. അച്ഛൻ അവസാന നിമിഷം പറഞ്ഞപ്പോഴേ എനിക്ക് എവളെ കിട്ടിയ എന്റെ ഭാഗ്യമാണ്, ഇവളെ പോലെ എന്നെ മനസ്സിലാക്കുകയും കരുതൽ ചെയ്യുന്ന വേറെ സ്ത്രീയില്ല, അവളെ കിട്ടിയതാണ് എന്റെ ജീവിതത്തിന്റെ വിജയം എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. എന്നിട്ട് അച്ഛന്റെ ജീവിതം ഒരു പരാജയമായിരുന്നെന്ന് ഏട്ടൻ ഇടക്കിടക്ക് പറയുമായിരുന്നല്ലോ. അച്ഛൻ അങ്ങനെ പറയുമായിരുന്നു. ഞാനിപ്പോ പറഞ്ഞു, ഏട്ടൻ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അല്ലല്ല, ഞാൻ ഒരു കാരണവശാലും അങ്ങനെ പറയാൻ സാധ്യതയില്ല. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. വിട്ടേക്ക്, എനിക്ക് തോന്നിയതായിരിക്കും. അങ്ങനെ അല്ലല്ല, അങ്ങനെ പറയണ്ടായിരുന്നു. നീ ഞാൻ പറഞ്ഞതാണ് നീ പറഞ്ഞത്. എപ്പോ പറഞ്ഞു പറയാം? എപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞു? എപ്പോ പറഞ്ഞെന്ന് പറയാൻ ഞാൻ കക്ഷത്തിൽ മറ്റേ ഡയറിയും പേനയും ഒന്നും വെച്ചോണ്ട് നടക്കില്ല. അതെപ്പോഴാണ് പറഞ്ഞത്, അതെന്നാണെന്ന് കാലമൊക്കെ എഴുതി വെക്കാനായിട്ട് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോ പറഞ്ഞു പറഞ്ഞു? കണ്ണും പിടിച്ച് നോക്കണോ? എന്ത് ഏട്ടനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. ഇതിപ്പോ നമുക്ക് വഴക്കടിക്കുന്നവർക്ക് ജയിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയണല്ലോ കയ്യിൽ നിന്നിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജിലേബി വേണോ? വേണ്ടല്ലോ. ഒരു ജിലേബി ഒരു ചെറിയ കട്ടൻ എടുക്കും. മഴ പെയ്യോ ദൈവമേ. ഏടാ ഈ മുളകൊന്നും ഉണക്കാന്ന് വിചാരിച്ച. ഉണക്കാന് നിങ്ങൾക്ക് അന്തക്കുന്തമാണെന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അന്തക്കുന്തം അല്ല, അതികുന്തം. പേര് മാറ്റും. എന്തൊരു കുന്തമായാലും ആരേലും ഈ എരിയാണി വെയിലത്ത് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുമ്പോ മുളക് പിടിച്ച് ഉണക്കാൻ നിൽക്കും. എരിയാണി വെയിലത്ത് ഇപ്പൊ വെയിലെവിടെ? എരിയാണി വെയിലല്ല, എരിയാണി പുരിയാണി മഴയത്ത് ഇതാരെങ്കിലും ഉണക്കാൻ നിൽക്കും. അപ്പൊ മഴ പെയ്യണില്ലല്ലോ. ഇന്ന് നേരം വെളുത്തിട്ട് മഴ പെയ്തിട്ടില്ല. അപ്പൊ ഇരുന്ന് പൂത്ത് പോണ്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ എത്രയും മുളക് നശിച്ചു പോകും. അതിപ്പോ മേടിക്കണ്ട, മുളകൊടി മേടിച്ച് കാര്യം സാധിച്ചാൽ പോരായിരുന്നോ? മുളകൊടിയിലൊക്കെ വിഷം. പിന്നെ ഇത്ര നാളും മുളകൊടി മേടിച്ച് പോയിച്ചപ്പോഴും അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഞാനെല്ലാം മുളകും മല്ലിയും മഞ്ഞളും എല്ലാം പൊടിച്ചെടുക്കുള്ളൂ. ആഹാരത്തിൽ വിഷമില്ലെന്ന് കണ്ടുപിടിക്കാൻ കാര്യമായി. അല്ല ഒന്നുമില്ല, നല്ലതെന്ന് പറഞ്ഞു. നീ എന്തെന്ന് പോവാ? ഞാൻ എന്ത് ഇവിടെ തപ്പി തടഞ്ഞ് നിക്കണേ? ഇന്നലെ ചെറിയൊരു പണി കിട്ടി. എന്തുറ്റി? മറ്റേ പോസ്റ്റ്മാന്റെ മരുമോന്റെ വണ്ടി ശരിയാക്കി കൊടുത്തതാ. ഞാൻ അതിന്റെ കൂട്ടത്തിൽ എന്തായാലും പണിയാൻ കൊണ്ടുവന്നില്ല, 1-2 പണികൾ എക്സ്ട്രാ ചെയ്ത്. രാവിലെ വന്ന് ഭയങ്കര ചീത്ത വിളിയാണ്. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. സ്റ്റാർട്ടാവണില്ലേ? സ്റ്റാർട്ടാകും, 1-2 പേര് കൈകൊണ്ട് സമ്മർദ്ദം ചെലുത്തി തെള്ളുവാണ് സ്റ്റാർട്ടാവും. എന്താ സംഭവിച്ചത്? അങ്ങനെ വരുന്നതല്ലേ. ശരിക്കും പറയണോടെ, നിനക്ക് വണ്ടിപ്പണി അറിയാമോ? വണ്ടിപ്പണി അറിയാൻ തൊട്ടല്ലോ തിരുവനന്തപുരം മുതൽ കൊടങ്ങാവുള്ള എത്രയോ വർഷം ഷോറൂമിൽ ഞാൻ പണി ചെയ്തേക്കുന്നു. പക്ഷെ ഈ പണി ചെയ്ത ആൾക്കാരൊക്കെ നിന്നെ ചീത്ത വിളിക്കാൻ വരുന്നത് എന്താ? പിന്നെ അത് ഡീലിങ്, അതായത് എന്റെ ഡീലിങ് അവരുടെ ഡീലിങ് നമ്മൾ ചേരാതെ വരുമ്പോഴത്തേന് നമ്മൾ ഒരുപാട് നാൾ ഒരുപാടെടുത്ത് അടിമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടിമായിട്ട് നിന്നിട്ടുള്ള ഇവിടെയാണ്. എന്താ? നിങ്ങളോടുള്ള സ്നേഹം. അയ്യോ, ആ സ്നേഹം ഞാൻ വേണ്ടാന്ന് വെക്കും. നിന്നെ അടിമയായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല. നീ വീട്ടിൽ പോക്കോ. അത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അടിമയായി പോയില്ലേ? എന്റെ മക്കളൊരു കാര്യം ചെയ്യോടാ, ഓർഡർ ചെയ്താലും അടിമയല്ലേ. അത് കേട്ടാ, അത് പിന്നെ ചെയ്താൽ മതി. നീ വന്നേ, ഈ മുളകൊന്ന് തിരിഞ്ഞു തരാവോ?
ആ എന്നിട്ട് അവിടെ കൈ വീറി ഉച്ചക്ക് കഴിക്കാൻ പറ്റത്തില്ല. കൈ നീറി കഴിഞ്ഞാൽ ആഹാരം അതിനകത്ത് പൊടിയുണ്ടടാ റൊണാൾഡെ. വേണ്ട, കൈയൊന്നും നീറില്ല, വെളിച്ചെണ്ണ വെച്ചാൽ മതി. അപ്പം എൻ്റെ കൈ നീറൂലേ? അത് കൊള്ളാം. ഞാനൊരു പുരുഷനാണ്. ഹേ, ആണുങ്ങൾ ചെയ്യുന്ന പണിയാണോ മുളവിന്റെ കഥപ്പെടുക്കുക എന്നുള്ളത്? അത് നിങ്ങൾ പെണ്ണുങ്ങളുടെ മാത്രം കുത്തകയാണ്. പിന്നെ ഒരു കാര്യം ചെയ്, ഞാനൊരു പായ എടുത്തിട്ട് വരട്ടെ ഇത് വിരിച്ചിടാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പേ ഈ വാതുക്കയില് അകം തുടച്ച വെള്ളം ഒരു ബക്കറ്റിൽ ഇരിപ്പുണ്ട്, കൊള്ളില്ലാത്ത വെള്ളം. അതൊന്നും എടുത്തുനിന്ന് കളഞ്ഞെങ്കിൽ എനിക്ക് തൂക്കിയെടുക്കാൻ പറ്റണില്ലടാ, കൈവേദന എടുക്കുന്നു. ഒന്നുമില്ലല്ലോ, എനിക്ക് രുചികരമായ പോഷകാഹാരങ്ങൾ ചെയ്തു തരുന്ന കൈകളല്ലേ. ഈ കൈകൾക്ക് എന്തെങ്കിലും കുഴപ്പമെന്നാൽ ഞാൻ പട്ടിണിയാണ്. ചെയ്യാം. അത് കേൾക്കാൻ നല്ല സുഖമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് സ്നേഹം കൊണ്ട് പറഞ്ഞല്ലെന്നറിയാം. പിന്നെ അതെങ്കിലും വാഗോണ്ട് പറഞ്ഞല്ലോ, ഒരുപാട് സന്തോഷം. ക്ലീറ്റോ എങ്ങാനും ആയിരിക്കണം. ക്ലീറ്റോ കൈവേദന ഞാൻ വെള്ളം എടുത്ത് കളയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചുകൊണ്ട് പോയി കളയാൻ പറയും. അത്ര മാന്യനാ. അത് മാന്യത സൂക്ഷിക്കുന്നേ, അല്ലാതെ ഇവിടെ പല കാര്യങ്ങൾക്കും മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വഴക്കൊഴിയാനേ നേരം കാണത്തില്ല. അയ്യോ, വഴക്കില്ലാത്ത വീടാണിത്. പ്രത്യേകിച്ച് നീയും നിന്റെ മച്ചമ്പിമാരും ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വഴക്കേ ഉണ്ടാവൂല. ഞങ്ങൾ കൊടങ്ങാള ഫാമിലിക്കാർ പൊതുവെ സമാധാന പ്രിയരാണ് സുഹൃത്തേ. അതെടുത്ത് കളയാൻ മറക്കരുത്. പിന്നെ വെള്ളം കളഞ്ഞിട്ട് ആ വഴി പോവരുത്. ഇല്ല, പാ നിവർത്തിട്ട് മുളക് കതുപ്പെടുത്ത് ഉണക്കാനിടണം. ഞാനും വരാം, നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട. ജോലികൾ ചെയ്തു മടുത്തു ഞാൻ. ആഹാ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എന്ത് എനിക്ക് ഇവിടെ ഇരുന്നൂടെ? അല്ല, എന്നിട്ട് അപ്പുറത്തെ ഞങ്ങളുടെ ചർച്ചയ്ക്കകത്തൊന്ന് പങ്കാളിയാവാൻ എന്തായിരുന്നു? പിന്നെ നിന്റെയൊക്കെ ചർച്ചയിൽ പങ്കുകൊണ്ടുവച്ചാലും മതി. തങ്കച്ചേട്ടത്തി അപ്പുറത്തുണ്ട്. എനിക്കൊരു തങ്കത്തിനെയും കണ്ടിട്ട് ഒരു കിങ്കത്തിനെയും കാണണ്ട. പ്രശ്നമുണ്ടല്ലോ, കൊണ്ടക്കറെടുത്ത് ഉമ്മനിരിക്കുന്നത്. നിനക്ക് കണ്ണുകൊണ്ടൂടെ? അവിടെ വെച്ചല്ലേ ഞാൻ ഈ മുളക് ശരിയാക്കിയത് അല്ലേ? അത് ഇവിടെ തന്നെ വെക്കാതെ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ ആയിരുന്നു ഇപ്പൊ വെള്ളം വീടുമായിരുന്നു. ആരെങ്കിലും മുളക് വളക്കുന്നത് നിങ്ങൾക്ക് പൊക്കത്തിൽ എവിടെയും വെച്ചുകൂടായിരുന്നു. ഞാൻ കണ്ടു. അതുകൊണ്ടാണോ നീ ചെയ്തത്? അതുകൊണ്ടാണോ നീ ചെയ്തത്? എന്തോരം മുളകാണ് നശിഞ്ഞു പോയത്? സുഹൃത്തെ, മുളക് കഴുകി ഉണക്കി പൊടിച്ചാൽ നല്ല പൗഡർ പോലുള്ള മുളക് പൊടിക്കും. ആണല്ലോ. ഇവിടുന്ന് കാല് നിലത്ത് ചവിട്ടി പുറകു പോവുക, അവിടെ ഒരു വലിയ പാത്രം ഇരിപ്പുണ്ട്. ഈ മുളക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് പായിട്ട് ഉണക്കി ഇന്ന് വൈകുന്നേരത്തിനൊക്കെ എനിക്ക് തന്നേക്കണം, അല്ലെങ്കിൽ എന്റെ വിധം മാറും. ഇന്നാ? ആ ചെല്ലടാ. അല്ല പിന്നെ നിന്റെ കണ്ണെന്താ പൊട്ടിയിരിക്കുവാണോ? അവൻ കണ്ടത് അവിടെ മുളക് ഇരിക്കുന്നത്. നിനക്ക് മൊലിച്ചു കീറി ഏതെങ്കിലും മരത്തേലിട്ട് ഉണക്കണം, അതാ വേണ്ടത്. ഇതെന്താ അമ്മ ഇവിടെ വന്നിരിക്കണേ? എന്ത് എനിക്ക് ഇവിടെ വന്നിരുന്നൂടെ? കലിപ്പാണല്ലോ. എന്തുപറ്റി? എന്ത് പറ്റി? എവിടെങ്കിലും ഒന്ന് മനസമാധാനത്തോടെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഒരുത്തിയാലും സമ്മതിക്കത്തില്ല. ഞാനിപ്പോ എന്ത് ചെയ്തമ്മേ? അല്ലേ, ഒരുത്തി എന്ന് പറഞ്ഞാൽ നീ മാത്രമേ ഉള്ള ഒരുത്തി. ഓ, അപ്പ ലില്ലി എന്ത് ചെയ്ത്? എനിക്കിപ്പോ പറയാൻ മനസ്സില്ല. പറയുന്നില്ല. പറയണില്ലേ അമ്മ? ആ, എന്നാ പറയണ്ട, പോയി പണി നോക്ക്. അല്ലേ, പറയുന്നില്ലെന്ന് പറഞ്ഞാ പിന്നെ പറയണ്ടേ? അതല്ലേ അമ്മ ചോദിച്ചോണ്ടിരിക്കുന്നത്. പറന്ന് പറ. അല്ല എടി, പിന്നെ ഇന്നലെ രാത്രി ഭയങ്കര മഴ പെയ്തില്ലായിരുന്നാ? എന്റെ പൊന്നമ്മേ, എന്ത് മഴയായിരുന്നു അമ്മേ അത്! ഇടിവിട്ടും. ഞാൻ കരുതി നമ്മളെല്ലാം മഴവെള്ളത്തിൽ ഒലിച്ചു പോയിന്ന്. എന്നിട്ട് മഴ വന്നിട്ട് മഴ കനകനെ എന്തൊരു മഴയത്ത് ഇത് പിന്നെ കനക ഇന്നലെ കുറച്ച് ജിലേബി വാങ്ങിച്ചോണ്ട് വന്ന്. മഴയത്താ? പിന്നെ അല്ലാതെ വട്ട്. അതിന്ന് ഒരെണ്ണം ഞാൻ ചോദിച്ചിട്ട് അവളെ എനിക്ക് തന്നില്ലടി. ഈടാ, എത്രയാ ഷുഗർ? തിന്നണ്ട, അതുകൊണ്ടാ അവള് തരാതിരുന്നത്. അതുകൊണ്ടൊന്നും അല്ല തരാത്. അവളെ കെട്ടിയോ വാങ്ങിച്ചോണ്ട് വന്നതല്ലേ. അതിൽ നീ പാവപ്പെട്ട അമ്മയ്ക്ക് ഒരെണ്ണം തന്ന് അവൾക്ക് ഒന്ന് കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചാണ് അവളെ എനിക്കത് തരാതിരുന്നത്. അവൾ അങ്ങനെയൊന്നും ചിന്തിക്കൂല. ചിന്തിക്കും, അവൾ അങ്ങനെ ചിന്തിക്കും. അവൾ അങ്ങനെ തോൽ തന്നെ. ഇപ്പൊ എന്താണ്, മഴയത്ത് അമ്മയ്ക്കൊരു ജിലേബി തിന്നാൻ കിട്ടില്ല, അതാണോ പ്രശ്നം? അത് തന്നെ പ്രശ്നം. അന്നപ്പോ ഞാൻ ഒരെണ്ണം പോയി മേടിച്ചിട്ട് വരാം. അയ്യോ, ഇപ്പോഴേ എനിക്ക് അത് തിന്നാനുള്ള കൊതി അങ്ങ് പോകും. എന്താ കൊതി പോയത്? ഇന്ന് നേരം വെളുത്ത് ഇത്രല്ലേ ആയുള്ളൂ, ഒരെണ്ണം തിന്നോ? വേണ്ട,
അമ്മയ്ക്ക് അന്ന് പറയൂല, എനിക്കാന്ന് പറയാം. വേണ്ട, ആർക്കാണെന്നും പറയണ്ട. എനിക്ക് ഇപ്പൊ വേണ്ട, ആ കൊതി അങ്ങ് പോയെന്റെ. അങ്ങനെ എന്റെ സുന്ദരി ചെല്ലമ്മ അങ്ങനെ കൊതി പിടിച്ചോണ്ടിരിക്കണ്ട. ഞാൻ മേടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് റൊണാൾഡിനെ വിടാം. റൊണാൾഡേ, റൊണാൾഡേ. എന്തിനാണ് റൊണാൾഡിനെ വിളിക്കുന്നത്? അവൻ പോയി മേടിച്ചിട്ടുണ്ട്. വേണ്ട, എനിക്ക് വേണ്ട. വേണം. എനിക്ക് വേണ്ട. ഇനി പിന്നെ വേണ്ടെന്ന് പിന്നെ പറയാൻ പിന്നെ എന്റെ കൊതി തീർന്നു. പിന്നെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് വഴക്കിട്ടോണ്ട്? എടാ വന്നേ. കുഴപ്പമില്ല, ഒരെണ്ണമൊക്കെ തിന്നോർത്ത് കുഴപ്പമില്ല. അമ്മയ്ക്ക് അങ്ങനെ കൊതി വരുന്ന പറയുമ്പോ എനിക്ക് സങ്കടം വരൂല്ലേ അമ്മ? എടാ എടാ ഒന്നിങ്ങ് വന്നേടാ, എത്ര നേരമായിടാ വിളിക്കണ? ഞാൻ ഇനി എന്തോ ചെയ്യണം പറ. നിങ്ങൾ നേരത്തെ ഏൽപ്പിച്ച മുളക് അവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് തീരാതെ ഇനി വേറെ വല്ല ജോലി വേണം. മല്ലി കഴുകണം, തറ കഴുകണം, വീട് കഴുകണം. പറ, എല്ലാത്തിനും അടിമ തയ്യാറ്. എന്റെ ഗ്രഹപ്പഴയ്ക്ക് അമ്മ ഞാനൊന്ന് പറഞ്ഞു പോയി, ഞാനിവിടുത്തെ അടിമയാണ്. ജിലേബി ഇല്ലേ? ജിലേബി കഴുകി കണക്കണം. ഒന്നുമല്ല, അവിടെ ജിലേബി മേടിച്ചിട്ടുണ്ട്. ഒരു ജിലേബി ഇങ്ങോട്ട് എടുത്തിട്ട് പോവാ. അപ്പൊ ഒരെണ്ണം എനിക്ക് മാത്രമേ, നിങ്ങൾക്ക് വേണ്ടേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ പോയി മുളക് ഉണക്കിക്കോ. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചതാ, ഞാൻ തന്നെ പോയിക്കോളാം. അല്ലെങ്കിൽ ജിലേബി അവിടെ നിന്ന് പുറപ്പെടും, ഇവിടെ എത്തൂല. അതേ അടുത്ത മഴ. അമ്മയ്ക്കായിരുന്നോ ജിലേബി? അമ്മയ്ക്കാണെന്ന് പറഞ്ഞു. എനിക്ക് ജിലേബി ഒന്നും വേണ്ട. ഒരു ജിലേബി വാങ്ങിക്കാനൊക്കെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. എന്നിട്ട് എന്റെ ദൈവമേ. ആ എടാ സാധാ അതെ 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 അതെ. അപ്പൊ ആരും കുറ്റം വേണ്ട, ഇതൊക്കെ വിധി. പിന്നെ ഒരു ലക്കെന്ന് കരുതിയാൽ മതി. KCB-കാരൊക്കെ വന്നിട്ട് ഈ മരച്ചില്ലകളൊക്കെ മുറിച്ച് കളയുന്നതാണ്. പക്ഷെ നമ്മളെപ്പോഴും പിന്നെ വണ്ടി നമ്മുടെ അശോകല്ലേടി പാങ്ങോടത്ത അയക്കുന്നതിന് പറ്റിയാ? ആ പുള്ളി വെളിയിൽ നിൽക്കായിരുന്നു. നന്നായി. ശരി ശരി. ആ അത് നല്ലത് തന്നെ. അത് ഭാഗ്യാന്ന് കരുതിയാ മതി നീ. അത് വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടില്ലടാ. ആ ആൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, ഞാൻ വിളിക്കാം വിളിക്കാം. ആ മുളക് ഉണങ്ങി കിട്ടിയ ചേച്ചി? ഓ, മുളകിന്റെ കാര്യം പറയാതിരിക്കാ നല്ലത്. എങ്കിൽ പറയണ്ടടി. എടാ ഇവളുടെ സഹോദരന് ബുദ്ധിയും പ്രവർത്തിക്കണില്ല, കണ്ണും കണ്ടു. അത് കറക്റ്റ്. അപ്പൊ അങ്ങനെയായേ? പിന്നെ അല്ലാതെ ജോലി ചെയ്യിപ്പിക്കുമ്പോ ഇങ്ങനെ ആയിരിക്കത്തില്ല. ഞാൻ മുളക് അവിടെ ഉണക്കാനിടണത് അവൻ കണ്ടതാണ്. ഞാൻ അവിടെ നിന്ന് വർത്താനം പറഞ്ഞതാണ്. എന്നിട്ട് എന്റെ കൈ വേദന എടുത്തിട്ട് അവിടെ തുടച്ച വെള്ളം വെച്ചിട്ടുണ്ടായിടാ. അപ്പൊ അതൊന്നും എടുത്ത് അങ്ങോട്ട് കളഞ്ഞേക്കടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഏറ് ആ വെള്ളത്തിലോട്ട്, ആ മുളകിലോട്ട് വന്ന് വീണ്. ആണോ? തൊലഞ്ഞു പോയാ? എന്നിട്ട് പിന്നല്ലാതെ ഫുള്ള് വെള്ളം അതിനകത്ത് വീണില്ലേ? ഇനി അത് എന്തിനു കൊള്ളാത്? പിന്നെ ഒരു ജിലേബി വന്നേടാ. എടി ഒരു 10 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ തരായിരുന്നു. ഞങ്ങൾ തിന്ന് തീർത്തു. ഞങ്ങളല്ല, ഏട്ടൻ തിന്ന് തീർത്ത്. എനിക്കൊരു പൊട്ട കിട്ടിയത്. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ? ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയാ? ഏട്ടന് അത് അമ്മാതിരി ആർത്തിയായിരുന്നു, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇടി കാണാൻ വേണ്ടി വന്നാലോ ഒരു ജിലേബി ഉണ്ടെങ്കിൽ താ. ഇല്ലെന്ന് പറഞ്ഞില്ലേ ചേച്ചി? ഇനി ഒന്നുകൂടെ പറയണ. ഇല്ല, അതാ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനെടുത്ത് മേടിച്ചു. അത് വല്ലാത്ത തീറ്റയായി പോയി. അത് ഒരു സാധനം കൊണ്ടുവന്ന് അപ്പാടെ അങ്ങ് വിഴുങ്ങുവാണോ? അടുത്തുള്ളവർക്ക് വേണോന്ന് കൂടി ചോദിക്കണ്ടേ? എന്ത് ഇപ്പൊ ആർക്ക്? ചേച്ചിക്ക് വേണമായിരുന്ന? ചേച്ചി കാണും ജിലേബി. എനിക്കത് ജിലേബി അതൊന്നും വേണ്ട. ഇപ്പോഴത്തെ ആവശ്യം നടക്കൂലല്ലോ 10 മിനിറ്റ് കഴിഞ്ഞാ. എന്തിപ്പോ ഇത്ര ആവശ്യം? എനിക്കാന്നേ. നീ എനിക്ക് പറയുമ്പോ എന്തോ സംശയം. ആർക്കെന്ന് പറയാ? റൊണാൾഡിനായിരിക്കും. റൊണാൾഡിനോട് നീ ചോദിച്ചു വരേണ്ട കാര്യം. റൊണാൾഡിനൊന്നും അല്ല. ചോദിക്കരുത്. ഞാൻ ചോദിക്കോ? ഇല്ല, സത്യം പറ. നീ ഒരു കാര്യം വിശ്വസിച്ച് പറഞ്ഞ ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കും. നീ എന്റെ ആങ്ങളാ, നീ സമ്മതിച്ചാ പറയും. പക്ഷെ ഞാൻ പറയത്തില്ല ചേച്ചി, ധൈര്യമായിട്ട് പറ. എന്താ? അമ്മയ്ക്ക്. അമ്മയ്ക്കാ? എന്ത് സാധനാന്നോടെ ഇവിടെ? അമ്മ ജിലേബി ചോദിച്ചിട്ട് നീ എന്താടി കൊടുക്കാതിരുന്നത്? അത് അവിടെ വന്നിരുന്ന് ഭയങ്കര വിഷമം പറയുന്നു. അതിനാര് ജിലേബി ചോദിച്ചു? അയ്യോ, ആരും ചോദിച്ചില്ല. അമ്മ പിന്നെ നോണ പറയോ? എനിക്ക് ദേഷ്യം അമ്മ എന്നോട് ജിലേബി ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത അമ്മ പോയി അവിടെ പറഞ്ഞ കാര്യം എന്താണ്? എന്നോട് ചോദിച്ചിട്ടില്ല അമ്മ, സത്യമായിട്ടും ചോദിച്ചില്ല. എടാ ചോദിച്ച്, അപ്പൊ ഇവള് കൊടുത്തില്ല, മൈൻഡ് പോലും ചെയ്തില്ല. അത് കൊള്ളാല ചേച്ചി. അമ്മേനെ വിളിച്ചേ. ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഞാൻ ഇനി അടുക്കള കണ്ടുള്ളൂ. കണ്ടാ എടി സംഭവം എന്താ അറിയാമോ? മെനിങ്ങാന്ന് ഞാൻ മേടിച്ചോണ്ടെന്നാണ് ഈ ജിലേബി. അമ്മയും കഴിച്ചോറണം. ഇന്നലെ നോക്കുമ്പോ അമ്മക്ക് 230 ഷുഗർ.
അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നിട്ടുണ്ടാവും. എന്നാലും പക്ഷെ വേറെ കാര്യമുണ്ട്, ഒരു ആഗ്രഹത്തിന് എന്തെങ്കിലും ചോദിച്ചാൽ ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ ഒന്നും നോക്കണ്ട, എന്തെങ്കിലും കൊടുക്കണം. പിന്നെ ഈ അമ്മ ഇനി ഇത്രയും കാലം ജീവിച്ചിരിക്കുവോ? ഇപ്പൊ ജീവിച്ചിടത്തോളം ഇനി അമ്മ ജീവിക്കും. എത്ര നാളുണ്ടാവും? ഷുഗർ ഉള്ളത് കൊണ്ടാ കൊടുക്കാഞ്ഞത്. അത് ഞാൻ പറഞ്ഞു. പക്ഷെ അമ്മ എന്നോട് ചോദിച്ചില്ലെന്ന്. ചോദിക്കാൻ പിന്നെ കള്ളം പറയാം അവിടെ പോയി. പറയോ ചേച്ചി അമ്മ എവിടെ? അമ്മ വീട്ടിലിരിപ്പുണ്ട്. അമ്മയോട് ചോദിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. ഒരു ജിലേബിയുടെ കാര്യമാണ് ഇത്. ഇനി ഒരു യുദ്ധത്തിലൊന്നും ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് കുറ്റം കേൾക്കേണ്ട കാര്യമില്ല. എവിടെ നീ അങ്ങനെ പറഞ്ഞില്ലല്ലോ, അമ്മ ചോദിച്ചില്ലെന്നാണ് നീ പറഞ്ഞത്. അപ്പൊ അത് ഞങ്ങൾ വിശ്വസിച്ചു തീർന്നു, വിട്ടേ. ഇല്ല, എന്നാലും എനിക്ക് ചോദിക്കണം. അവിടെ ഇത് വലിയ വഴക്കാകും കനക. നീ സമാധാനത്തിന് ചോദിക്കോ അമ്മേനോട്? ആ സമാധാനത്തിൽ ചോദിച്ചോളാം. നീ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വല്ലതും പറഞ്ഞേ. ഇല്ല, ഞാൻ സമാധാനത്തിൽ ചോദിച്ചത് ക്ലിയർ ചെയ്തോളാം. ചോദിക്കേണ്ട കാര്യം എന്താ? ചോദിക്കണം. ഒരു നിമിഷത്തേക്കെങ്കിലും ഏട്ടൻ എന്നെ സംശയിച്ചില്ലേ? അയ്യോ എന്റെ പൊന്നെ, പരിഭാവനയായ ഭാര്യ. വാ എഴുന്നേറ്റ്. ഈ തുണി എന്ത് ചെയ്യാൻ പോണ്? അമ്മ ഒന്നാ ദേഷ്യപ്പെട്ടിരിക്കുക രാവിലെ. അമ്മ ഈ ജിലേബി ഇത്ര എണ്ണം ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്തോ? അതിന്റെ മണവും അതോ അതിനകത്ത് ഇങ്ങനെ പഞ്ചസാര ഒലിച്ചു വരുന്നത്? എനിക്ക് ജിലേബിക്ക് ഒരു കൊതിയില്ല. ഇവിടെ കുറെ ഭ്രാന്തന്മാരും ഭ്രാന്തികളും കൂടെ എന്നിട്ട് അങ്ങ് വട്ടം കറക്കുക. അതെ, ഈ ഭ്രാന്തെന്ന് പറഞ്ഞ ഇങ്ങനെ നിസ്സാരമായിട്ട് പറയരുത്. 16 തരത്തിൽ ഭ്രാന്തുണ്ടെന്നാ. അതിലെ തുടക്കമാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുക. അതിന് വയലന്റ് ആവുന്ന അവസ്ഥയാണ് ഈ ഭ്രാന്ത് കയറി ഓരോരുത്തർ വെട്ടിക്കൊല്ലി കുത്തോന്ന് കേട്ടില്ലേ? നിനക്കിത് 16 തരത്തിൽ ഏത് തരത്തിലുള്ള ഭ്രാന്താ? കൊച്ചു കള്ളിപ്പാട്. അമ്മേ. ഓ ലില്ലി, അമ്മേ. ഞാൻ അമ്മയോട് ജിലേബി ചോദിച്ചാ? നീ ചോദിച്ചാ ഞാൻ എവിടെ നിർത്തിട്ട് ജിലേബി തരും? അതല്ല, തെറ്റിപ്പോയി. അമ്മ എന്നോട് ജിലേബി ചോദിച്ചാ? അല്ല എടി, ഞാൻ എന്തിനാ നിന്നോട് ചോദിക്കുന്നത്? നീ അറിഞ്ഞു തരണ്ടേ? തന്നില്ലല്ലോ. എന്തു അമ്മ ഈ ഇങ്ങോട്ട് നോക്ക്. തന്നില്ലേ? ഏട്ടൻ കൊണ്ടുവന്നപ്പോ തന്നെ നമ്മൾ എല്ലാരും ഓരോന്നേ കഴിച്ചില്ലേ? എന്നിട്ട് പിറ്റേന്ന് ഷുഗർ നോക്കിയപ്പോ അമ്മയ്ക്ക് എത്രയായിരുന്നു ഷുഗർ? 230. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു നീ കൊടുക്കണ്ടാന്ന്. അങ്ങനെ ഏട്ടൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും അത് കൊടുക്കണ്ടെന്നൊക്കെ ഉള്ള ബുദ്ധിയും വിവരമൊക്കെ എനിക്കുണ്ട് കേട്ടാ. ഇങ്ങോട്ട് നോക്കിയാ, അമ്മ എന്നോട് ജിലേബി ചോദിച്ചാൽ എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ചോദിച്ചാലും ലില്ലിപ്പെണ്ണ് കൊടുക്കത്തില്ലല്ലോ. കാരണം ഷുഗർ ഉള്ളവർക്ക് കൊടുക്കരുത്. ലില്ലിപ്പെണ്ണ് പഠിച്ചു വെച്ചേക്കോ. ഒന്ന് എഴുന്നേറ്റ് പോയിക്കാ, വാജ് പഠിക്കാതെ. അമ്മേ, അവളോട് അമ്മ ജിലേബി ചോദിച്ചാ? എനിക്കതങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അപ്പൊ കുറച്ചു മുമ്പല്ലേ അമ്മേനോട് പറഞ്ഞത് അവള് ചോദിച്ചിട്ട് തന്നില്ലാന്ന്? നിന്നോടൊന്ന് പറഞ്ഞു പോയതാ എന്റെ തെറ്റ്. അത് ഒട്ടനെ ഓടിയിരിക്കുന്നു. അതുകൊണ്ട് പറയാനായിട്ട് നുണച്ചി. എടി, അമ്മമാരെന്തെങ്കിലും ഒരു രഹസ്യം പറഞ്ഞാലേ അത് സൂക്ഷിക്കാൻ മക്കൾ പഠിക്കണം, അറിയാമോ? അമ്മ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അമ്മ എന്നോട് ജിലേബി ചോദിച്ചാ? നീ എന്നോട് ചോദിക്കുമ്പോ ഉത്തരം പറയാൻ നീ ആരടി? എന്റെ ടീച്ചറാണോ? ഉത്തരം പറയാനും പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ യുവതിക്കുണ്ട്. കേട്ടിട്ടില്ലേ വാർദ്ധക്യകാല മൗലികാവകാശം? അമ്മക്ക് എന്താ അമ്മ അവള് വിഷമിച്ചു പോയത് കണ്ടാ? നീ പോയി കണ്ണീരോടെ ചോദിച്ചല്ലേ? അയ്യേ, അമ്മ ഇങ്ങനെ നുണ പറയോ? അല്ല, എനിക്ക് മനസ്സിലാവാത്തതേ, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾക്കും അറിയാമല്ലോ. സാർ എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്തു അല്ലേ? നമുക്കിപ്പോൾ നമ്മുടെ ഓഫീസർ പറയണല്ലേ നമുക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. അല്ല, അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം അവർ നോക്കിക്കോളും, നമുക്ക് അതിൻ്റെ കാര്യമില്ല. ഇല്ലില്ല, ഞാൻ വരുത്തിച്ച പ്രശ്നമൊന്നുമല്ലല്ലോ ഇത്. ആ പ്രശ്നം അങ്ങനെ തീരട്ടെ. ഞാൻ വിളിക്കാം. എന്തായി? അമ്മ കാല് മാറി. കാലുമാറ് അമ്മ നിനക്ക് വല്ല വാക്ക് തന്നിരുന്ന? അമ്മ എന്നോട് ജിലേബി ചോദിച്ചില്ല എന്ന് പോലും മറന്നുപോയി. വയസ്സാളുകളടി, വയസ്സാകുമ്പോ ഓർമ്മ കുറവൊക്കെ സ്വാഭാവികമല്ലേ? പിന്നെ എന്റെ ഓർമ്മയ്ക്ക് ഒരു കുറവും ഇല്ല. എന്ത് കേട്ടാലും നാട് മൊത്തം പഴഞ്ഞങ്ങ് നടക്കും അല്ലേ? അവളോട് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം ഇവിടെ ഒന്ന് പറയണ്ട. വല്ല കാര്യം ഉണ്ടായിരുന്ന? ഒരു കാര്യവും പറയാൻ പറ്റത്തില്ലെന്ന്. അതൊക്കെ എവളെ കണ്ടുപിടിക്കണം. എന്ത് വേണമെങ്കിലും പറയാം, ഇരി ചെവി അറിയത്തില്ല. അമ്മേ, അമ്മ എന്നോട് ജിലേബി ചോദിച്ചാ? അയ്യോ, അതെങ്ങനെയാ? ഈ ഷുഗർ കൂടിയിരിക്കുന്ന എനിക്ക് ജിലേബി കഴിക്കാൻ പറ്റുമോ? ഈ കഴിക്കാൻ പറ്റില്ലാത്ത കാര്യം ആരോടെങ്കിലും ചോദിക്കുമോ ഞാൻ? പക്ഷെ അമ്മ ചോദിച്ചെന്നാണ് പങ്കോടെന്ന് പറഞ്ഞത് അല്ലേ? അല്ല, അത് പിന്നെ രാവിലെ ഒരിത്തിരി പഞ്ചസാര ഇട്ട് ചായ ഇടണമെന്ന് ഞാൻ എവളോട് പറഞ്ഞിട്ട് തന്നില്ല. ആ ദേഷ്യത്തിൽ ഇരിക്കുമ്പോഴാണ് എവള് പറഞ്ഞത് മഴയത്ത് നമ്മളെല്ലാവരും തീർന്നു പോയെന്ന്. എനിക്ക് ആ ദേഷ്യത്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
അതെനിക്ക് തോന്നി, ഞാനത് അപ്പൊ തന്നെ ഏട്ടനോട് പറയുകയും ചെയ്തു. അല്ല ഈ വിവരം അവളോട് പറയാൻ ചെന്നപ്പോൾ അവളും ഇത് തന്നെ എന്നോട് പറഞ്ഞത്, മഴയത്ത് നമ്മളെല്ലാവരും തീർന്നു പോയെന്ന്. പിന്നെ എനിക്ക് ലില്ലിയെ കുറ്റപ്പെടുത്താൻ പറ്റും. വേറെ ഒന്നും പറയാനില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജിലേബി ചോദിച്ചിട്ട് ലില്ലി തന്നില്ലെന്ന്. അതാ ശരിക്കും. നന്നായി. ഒരു വക പറയാൻ പറ്റത്തില്ല, നാട് മുഴുവനും കൊണ്ട് നടക്കും. ഇങ്ങനെ ഒന്ന് എൻ്റെ വയറ്റിൽ പറന്നു പോയല്ലോ, അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, മേലാൽ അവൾ ഇവിടെ കയറ്റിയേക്കരുത്, എനിക്കിഷ്ടമല്ല. പാടി അയ്യോ, ഞാൻ വരുന്നില്ല. ഞാനൊരു വൃത്തികെട്ടവളാണ്. ഇവിടുത്തെ ന്യൂസ് എല്ലാം കരക്കാർക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുക. അബദ്ധത്തിൽ ഈ കുടുംബത്ത് വന്ന് പിറന്നുപോയി ചിലരുടെ വയറ്റില്. നമുക്ക് മതിയായി കനക. ചേച്ചി അല്ല, മനുഷ്യര് പ്രായമാകുമ്പോൾ അബദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. അതിങ്ങനെ ഒളിച്ചു നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? അല്ലടാ, ഇതിനിപ്പോ എങ്ങനെ പരിഹരിക്കും? ഇതിനിപ്പോ എങ്ങനെ പരിഹരിക്കും? Aliens.